ഇതൊക്കെ തമാശയായിട്ട് കണ്ടപ്പോൾ സീരിയസ് ആക്കണ്ട എന്ത് പ്രേക്ഷകർക്ക് പലതും ആവശ്യമുണ്ടോ? അതല്ല നിങ്ങൾ ചോദിക്കും. എന്താ അത് പറ്റുന്നത് ചോദിച്ചത് ഞാൻ ഉത്തരം പറയാൻ നിർത്തേക്ക്. എനിക്കാണെങ്കിൽ കണ്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടം. ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഇതന്നെ ഒരു കോമഡി ആയിട്ട് കണ്ടാൽ പോരെ? അത് കോമഡി ആയിട്ട് കണ്ടാൽ മതി. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റിപ്ലൈ തരില്ലേ? നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ഇന്റിമസി ആയിട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് കൈ പിടിക്കുക, ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുക, അതൊക്കെ എനിക്കറിയില്ല കേട്ടോ. ഈ പ്രതീക്ഷന്റെ അഭിനയത്തെ വിലയിരുത്തുന്നത് ഏട്ടൻ നന്നായി അഭിനയിക്കുന്നുണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട് ഫസ്റ്റത്തെ ആൽബം നിങ്ങൾ ചെയ്തതിനെക്കാട്ടി ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പേടിയായിരുന്നു, ഒരുപാട് ക്യാമറാസ് കണ്ടു, പിന്നെ ചേച്ചീനെ അറിയില്ലായിരുന്നു. ഇപ്പൊ ഇവര് നല്ല കോമ്പോ ആയിട്ട് തോന്നുന്നു. എനിക്കിഷ്ടമാണ്. ഇന്ന് സൂപ്പർ ആൽബമാണ്. അല്ല, എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ വീട്ടിലിരുന്നുള്ള അഭിനയം ഇഷ്ടമാണ്. എനിക്കറിയാനും പിന്നെ ഞാൻ കുത്തി കുത്തി ചോദിക്കുന്നത് എന്തെങ്കിലും കിട്ടി ടെൻഷൻ ആക്കിക്കോടെ ചോദിച്ചു ചോദിക്കുന്ന സംശയം ആക്കിക്കോ നിങ്ങൾ. ഓ ഞാൻ എല്ലാം വായിക്കും. നല്ല നേരം ഏട്ടന്റെ അഭിനയം എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രൗഡാണ്. അല്ല, അത് ഭയങ്കര രസട്ടോ. ഫസ്റ്റ് ആൽബത്തില് മറ്റേ കരിമീൻ കണ്ണാല് അതിലൊരു രക്ഷയില്ല. പക്ഷെ ആളിച്ചിരി കൂടെ ഉള്ളൂ. ക്യാമറയിൽ ഭയങ്കര നല്ല സൈസ്. പക്ഷെ നേരിട്ട് കാണാൻ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ക്യാമറയെക്കാട്ടും നല്ലത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിനയം ഒരു രക്ഷയില്ല. അത് പൊളിച്ചെടുക്കി അപ്പുറത്ത്. എടാ, നമുക്ക് അവാർഡ് കിട്ടിയാലും പറയണം. മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഗുരുപ്രിയ ടിവിയുടെ അവാർഡുണ്ട്. നാളെ തൊട്ട് തുടങ്ങുവാണ്. അതിലൊന്നും ശ്രദ്ധ വന്നില്ല. പക്ഷെ ഇതിന് മുമ്പ് കുഞ്ഞിക്കുരി ചെയ്തത് 1 million ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി വന്നതിന് ശേഷമാണ് നല്ല ചേഞ്ചസ് തുടങ്ങിയത്. സോങ് ഒക്കെ അടിപൊളി സോങ് അല്ലേ? നിങ്ങൾ കേട്ടില്ലേ സോങ്? നല്ല സോങ്. നന്നായിട്ടുണ്ട്. നമ്മളിപ്പോ നീ ഓട്ടോ പ്രതീക്ഷ അല്ല, ഇവളി പറഞ്ഞിട്ട് ഇവിടെ മൂക്കിലെ ഇവിടുത്തെ കുരുവില്ല, അത് എടുത്ത് കളയില്ല. അത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചു നോക്കി. ശരിയായിട്ടോ, നല്ല രസമുണ്ട്. ഇഷ്ടമായോ? ആരെ ഇഷ്ടമായി? അച്ഛനാണ് ഇഷ്ടമായി? ചേച്ചി ആന്റിയാണ് ഇഷ്ടമായി? എന്താ ഇഷ്ടമായ അതിലെന്താ ഇഷ്ടമായത് ആ ആൽബത്തില്? അതിലേതാ ഇഷ്ടമായത്? ഏത് ഭാഗം എനിക്ക് ഇഷ്ടമായി? കാണിച്ചു കൊടുത്തില്ലായിരുന്നു. പറഞ്ഞു കൊടുക്കുക പറയും ഒരട്ടങ്ങള് കാലയില് പ്രതീഷിന്റെ കാലയില് അല്ല ചേച്ചിയുടെ കാലയില് പ്രതീഷ് എന്റെ കാലില് ചെലങ്ക കെട്ടിക്കുന്ന ഭാഗമാണ് കുട്ടിക്ക് ഇഷ്ടമായി. ഡാൻസ് ഇഷ്ടായോ? അതപ്പൻ മറ്റേ നിങ്ങള് മഴവിൽക്കാരൊക്കെ പോയി കളിച്ചില്ല. കുട്ടികളെല്ലാം കുട്ടി ഫാൻസാണ്. അവളെല്ലാം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ കഴിക്കും. താങ്ക് യു കേട്ടോ. എനിക്ക് 24. പ്രതീക്ഷന് എത്രയായി? 30. 6 വയസ്സിന്റെ വ്യത്യാസമല്ലേ? പക്ഷെ കണ്ടായിരുന്നു പറയില്ല കേട്ടോ അവരെ. ആണോ? കണ്ടാ എത്ര പറയും? ഇവനെ കണ്ടുകഴിഞ്ഞാൽ 26-27 വയസ്സ് പറയും. അത്രയൊന്നും പറയത്തില്ല. 27 എത്ര വയസ്സാണ്? ഞാൻ പോട്ടെ. കൊല്ലാനാണോ നിൽക്കണ വളർത്താനാണോ നിൽക്കുന്നത്? അല്ല, കുറച്ച് തടിയുണ്ടല്ലോ, അതുകൊണ്ട് 24 വയസ്സല്ല, ഞാൻ 25-26 വയസ്സ് പറയും. ഉള്ളത് മുഖത്തോക്കി പറയുന്നത്. ഞാൻ എനിക്ക് സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയത്തില്ല.
ഇതിനുള്ളത് എനിക്ക് തരാന്ന്. ഈ പ്രതീക്ഷയോട് ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയി? ക്രഷ് തോന്നിയിട്ട് മെസ്സേജ് അയക്കണം ചെയ്തത് പ്രതീക്ഷ മെസ്സേജ് അയക്കാൻ. അല്ല, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടിക്ടോക്ക്. ഇതിന് ഗ്രൂപ്പൊക്കെ ഉണ്ടോ? അല്ല ഞങ്ങൾ മുമ്പ് ടിക്ടോക്ക് സമയത്ത് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടാണ്. ഞാൻ ആ ഗ്രൂപ്പിലൊന്നുമില്ലല്ലോ. എന്തിന്റെ കുറവുണ്ട്? അതെ 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 അതെ. എന്തോ ഒരു അല്ലേ ആഹാരത്തിന്റെ അല്ല, വിശന്നിട്ടല്ല. സ്നേഹത്തിന്റെ ആണോ? ആ മുത്തേ പോയോ? സ്നേഹം അതെ, സ്നേഹം കിട്ടാത്തതിന്റെ കുറവുണ്ട്. ഉണ്ടല്ലേ? ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടൻ പോയി, അവിടെ ഇപ്പൊ കണ്ടപ്പോഴേ ഇവൾക്കല്ല ടെൻഷൻ, ഇവര് ടെൻഷൻ ആകുമ്പോഴത്തേക്ക് എന്റെ വായിൽ എന്തെങ്കിലും വീഴും. എന്താ പറയാനറിയില്ലല്ലോ. ആദ്യമില്ല നിന്നെ കണ്ടില്ലേ കരിമീൻ ആ ഒരു ഫിഗർ ഇപ്പൊ മാറ്റണം. അതെ, പക്ഷെ അതൊന്നും കഴിക്കാൻ കഴിയില്ല. ആരെ പ്രപ്പോസ് ചെയ്തത്? അതിവിടെ അത് ഇല്ലായിരുന്നു. അപ്പൊ തന്നെ നോക്കി. അയ്യോ, ഇതിനോട് ഞാൻ മിണ്ടില്ല. അല്ല, അപ്പൊ തന്നെ നോക്കിയോളൂ. ഒരു ബ്രേക്കപ്പ് വേണ്ടിയിരിക്കുകയാണ്. സ്ഥിരം പരിപാടിയാണല്ലോ. ഇല്ലടാ, എനിക്ക് ആവശ്യമില്ല. ആ ഒരു ബ്രേക്ക് പോയിന്റ് ഇരിക്കുന്ന ടൈമിൽ എറണാകുളത്ത് വന്നു. അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ സംസാരിച്ചപ്പോൾ ആള് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തോന്നി. എന്ത് കാര്യമായാലും പറയാൻ പറ്റില്ല. അതന്നെയാണ് ഇപ്പോൾ 6 വർഷമായിട്ടും അത് തന്നെയാണ്. ചേച്ചിയുടെ അഭിനയിച്ച സമയത്തും ഇങ്ങനെയൊക്കെ ഇഷ്യൂ നടക്കുന്ന സമയത്തൊക്കെ അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നത്. അത് കാരണം കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിച്ചതും ഇവിടെ ആദ്യത്തെ പ്രണയം. എന്റെ കയ്യിൽ പൈസ അല്ല, അണ്ണൻകുടി തറയിൽ കിടക്കാറുണ്ടോ? അണ്ണൻകുടി മരത്തിലല്ലേ ഇരിക്കുള്ളൂ. അപ്പൊ അതിനൊരു പ്രായം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കുത്തി പറഞ്ഞു.